മാഡം, ഞാൻ കമ്പനിയിൽ നിന്ന് വരുന്നതാണ്, ക്യാമറ കമ്പനിയിൽ നിന്ന്. ക്യാമറ വേണമെങ്കിൽ പറയണം. എൻ്റെ ഒത്തിരി ക്യാമറയുണ്ട്, അത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് ക്യാമറ വേണ്ട. പ്ലീസ് മാഡം, പ്ലീസ് പറയണം, പ്ലീസ് പ്ലീസ് പ്ലീസ്. അല്ല, എൻ്റെ വീട്ടിൽ നല്ല ക്യാമറ ഉണ്ട്. പ്ലീസ് ഈ ക്യാമറ വാങ്ങിക്കണം. അല്ല, നിങ്ങളുടെ ക്യാമറക്കാളും ക്വാളിറ്റി ഉള്ള നല്ല ക്യാമറ എൻ്റെ വീട്ടിലുണ്ട്, അതാ പറഞ്ഞത്. എനിക്ക് ക്യാമറ വേണ്ട. ഓ ശരി, എന്നാലും ഈ ക്യാമറ ഒന്ന് വാങ്ങി നോക്കൂ, നല്ല ക്ലാരിറ്റി ആയിരിക്കും. നിങ്ങളുടെ ക്യാമറ എത്ര ക്ലാരിറ്റി ആണെങ്കിലും ഈ ലോകം മുഴുവനുള്ള കാര്യങ്ങൾ എൻ്റെ വീട്ടിലുള്ള ക്യാമറയ്ക്ക് അറിയാം. അതെനിക്കൊന്ന് കാണണമല്ലോ. ഭാഗനിയുടെ വീട്ടിൽ ആരാണോ നിൽക്കുന്നത്? കാണുന്നുമില്ല. ഓ, ആ വണ്ടി ഇരിക്കുന്ന കാരണം. അമ്മേ, ഇവിടെ എവിടെയെങ്കിലും അടുത്ത് എന്തെങ്കിലും സംഭവം നടന്നോ? പ്രത്യേകിച്ച് സംഭവമൊന്നും നടന്നില്ല. രമണിയുടെ വീട്ടിൽ ഓട്ടോയിൽ ആരാണ്ട് വന്നിറങ്ങി. ഒരു പെണ്ണും 2 ചെറുക്കന്മാരും ഉണ്ട്. ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ആണെങ്കിൽ ഒരു 10 മണിയായപ്പോൾ കിഴക്കോട്ട് രമണി പോകുന്ന കണ്ട്. പടിഞ്ഞാട്ട് ഉഷ ഒരു 2:45 പോയി. പിന്നെ വന്നത് ഒരു 5 മണിയായപ്പോഴാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു 6:30 ആയപ്പോഴത്തേക്ക് കണ്ടോ, ഞങ്ങളുടെ ആറന്മുള പഞ്ചായത്തിൽ ക്യാമറ എവിടെ എന്ത് നടന്നെന്ന് പറഞ്ഞാലും ഇതറിയും. നിങ്ങളുടെ ക്യാമറ ഈ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഈ വീടിൻ്റെ 4 ചുറ്റിനുമല്ലേ കറങ്ങത്തുള്ളൂ. അവിടെ കിടന്നല്ലേ കാണത്തുള്ളൂ. അവിടെ എന്തൊക്കെ നടക്കുന്നതല്ലേ കാണത്തുള്ളൂ. ഇത് ഈ ഗ്രാമപഞ്ചായത്ത് മുഴുവൻ അറിയും. എനിക്ക് അതിനുള്ള അഹങ്കാരമൊന്നുമില്ല കേട്ടോ.